നമസ്കാരം. കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതിയിട്ട്, അല്ലാതൊരു സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. കാരണം വെച്ചാൽ ഇത് നമ്മുടെ പഴയ വിഷയം തന്നെയാണ്. നമ്മുടെ അലമ്പ് കേസില്ലേ, മറ്റേ വീടുണ്ടാക്കിയ കേസ്, അതിനെയാണ്. ഇത് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിച്ച് പോകാൻ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. സത്യം, ഇത് മരണം വരെ ഇത് നമ്മുടെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മുടെ മരണം വരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കുറച്ച് ദിവസം മുമ്പ് ഇതെല്ലാം അവസാനിപ്പിച്ചെല്ലാം കഴിഞ്ഞതാണ്. ഒരു പുതിയൊരു അവതാരം വന്നിട്ടുണ്ടോ, രതീഷ് എന്ന് പറഞ്ഞിട്ട്, മറ്റേ എഴുന്നേൽക്കൂ രതീഷ് അല്ല, പ്രജീഷ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് പോലും എന്താണ്, ഞങ്ങളുടെ നായകന്റെ പേര് പോലും നിനക്കറിയില്ലടാ നാറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആരും വരണ്ട. ആരാധകര് ഇദ്ദേഹത്തിന്റെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇദ്ദേഹം വലിയൊരു ആൽബം നടനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വലിയൊരു സിനിമാ നടനാണ്. ആൽബം മേഖലയിലെ പ്രേം നസീറാണ്. ഈ ചെങ്ങായി ഏതാ അറിയില്ല എനിക്ക് കേട്ടോ. ഇപ്പൊ ഒരു ഇന്നലെ മിഞ്ഞാന്നോട്ടൊരു വീഡിയോ കണ്ടിരുന്നു. ഇയാൾ അങ്ങോട്ട് പറയാ, ബിൽഡേഴ്സ് സമ്മതിച്ചാണല്ലോ ആ വീട്ടില് ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്താണ്, ബിൽഡേഴ്സ് സമ്മതിച്ചു ചോർച്ച ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ പൊന്നുമോനെ ആരാടാ സമ്മതിച്ചത് നിന്റെ അടുത്ത് അതിന് വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഫിറൂസ് ആദ്യം ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്, ആ വീടിന് ചോർച്ചല്ല. ഒരു തുള്ളി വെള്ളം ചോർച്ച എന്ന രൂപത്തിൽ ആ വീടിനകത്തേക്ക് വന്നിട്ടില്ല. കാറ്റടിക്കുമ്പോൾ, ശക്തിയായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ചാറ്റലടിച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം വരുന്നുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താണ്. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു കൊടുത്താണ്. പിന്നെ വരുന്നത് അതിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ഇഷ്യൂസ് ആണ്. അത് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ചെയ്തു കൊടുക്കും, ചിലപ്പോൾ ചെയ്തു കൊടുക്കില്ല. അത് വേറെ വിഷയം, അതവിടെ കിടക്കട്ടെ. ചാറ്റലുണ്ടെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവന്റെ ഒരു ഡയലോഗ്, നമ്മൾ ഇനി അത് കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ, അത് ബിൽഡേഴ്സിന്റെ അവരെ ബിസിനസിനെ ബാധിക്കുന്ന എന്താണ് ഉപദേശവും പിന്നെന്താ വേണമുണ്ടല്ലോ, രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടട്ടാ. പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചോ. പിന്നെ ഞാന് ഈ പറയുന്ന രേണുവിന്റെ അടുത്തോ അല്ലെങ്കിൽ രേണുവിന്റെ പപ്പയുടെ അടുത്തോ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അടുത്തോ ഒന്നും ഒരിക്കലും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. മോശമായിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേണു എന്താണ്, രേണുവിന്റെ പപ്പ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത നിലവാരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഇനിയിപ്പോ ഞാൻ നെഗറ്റീവ് പറഞ്ഞെന്ന് പറയണ്ട, അത് നിങ്ങൾ പോസിറ്റീവ് ആക്കി എടുത്തോ. ഓക്കെ, ഈ പറഞ്ഞല്ല ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞാണ് തീരുമാനിച്ചത്. ഇനിയിപ്പോ രേണുവിനെയും കുടുംബത്തിനെയും ഇകഴ്ത്തി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അതിന് പൊങ്കാലിടാൻ വരണ്ട. അപ്പൊ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട്, അവരെന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വളരെ മാന്യമായിട്ട് അവർക്കെതിരെ പ്രതികരിച്ചതും കാര്യങ്ങൾ വിശദമാക്കിയതും വളരെ മനോഹരമായിട്ട് ഞാൻ ആ പ്രശ്നം അവസാനിപ്പിച്ചതും അവിടെ രണ്ടാമത് പോയിട്ട് ഗ്ലാസ് ഇട്ടതും അതിനകത്തു നിന്നെല്ലാം ഒഴിവായി മാറി നിൽക്കുന്നത്. മറ്റുള്ള ഒരാൾ പ്രതികരിച്ച പോലെ, ഇപ്പോൾ ഈവൻ ദോ ബിഷപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ താജ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പ്രതികരിച്ച പോലെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ രൗദ്രഭാവത്തിലൊന്നും ഞാൻ വന്നിട്ട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. അപ്പം അത് വിചാരിക്കണ്ട. ഫിറോസ് അങ്ങനൊന്നും പ്രതികരിക്കാൻ അറിയാത്ത ആളാണ് എന്ന് രതീഷിന് വല്ല സംശയം ഉണ്ടെങ്കിൽ രതീഷെ അത് വേണ്ട. രതീഷിന്റെ തന്നെ വീണ്ടും വിളിക്കുന്നത് നമ്മുടെ ആ കട്ടപ്പനയിലത്തെ ഡയലോഗ് വരും, എഴുന്നേൽക്കും എന്ന് പറയാം, അത് ഓർമ്മ വരും. പ്രജീഷ് അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയെങ്കിൽ പ്രജീഷ് അത് ഒഴിവാക്കിക്കോ. പ്രജീഷ് എല്ലാവരും കളിക്കുന്നല്ലോ. ഇപ്പൊ അതുലിനൊക്കെ മൊങ്ങൻ, തേങ്ങ, മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ തമ്മിൽ എന്താ തീരുമാനിച്ചു, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പ്രജീഷ് ദയവ് ചെയ്ത് എന്റെയോ എന്റെ കമ്പനിയുടെയോ എന്റെ ഗ്രൂപ്പിന്റെയോ തലമണ്ടയ്ക്ക് കയറാൻ വരണ്ട. പ്രജീഷ് രേണുവിന്റെ ആരുമല്ല. എന്നെ സംബന്ധിച്ചോളം പ്രജീഷ് രേണുവിന്റെ ബ്രദറോ അല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മകനോ ആരുമല്ല. ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്. അപ്പോൾ രേണു പോലും അത് സമ്മതിച്ചിട്ടുണ്ട്. അത് ചാറ്റലായിരുന്നു. രേണുവിന്റെ പപ്പ സമ്മതിച്ചിട്ടുണ്ട്, അത് ചാറ്റലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് വാക്ക് മാറിപ്പോയതെന്ന് പറഞ്ഞു. പിന്നെ നീ ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ വരണ്ട. പ്രജീഷിന്റെ അടുത്ത് ഞാൻ മര്യാദക്കാ പറയുന്നത്. പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചോ. ഞങ്ങളെ വീടുണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളും രേണുവും തമ്മിൽ അത് തീരുമാനിച്ചോളാം. നീ അതിന്റെ ഇടയിൽ കയറി കന്നിട്ട് വെറുതെ എല്ലാം ഉണങ്ങുന്നത് എണ്ണക്കാണ്. നീ അതിന്റെ ഇടയിൽ കയറിന്നിട്ട് ഉണങ്ങാൻ നിൽക്കണ്ട. പ്രജീഷിന്റെ അടുത്ത് ഞാൻ മര്യാദക്കാ പറയുന്നത്. ഓക്കെ, ഞങ്ങളെ വിട്ടുപിടി. ഞങ്ങളെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. നീ നിന്റെ കാര്യങ്ങളായിട്ട് ആൽബത്തിലൊക്കെ അഭിനയിച്ച് വലിയ നടനായിട്ട് നീ വന്നോ. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഇടുന്ന, അല്ലാതെ ഒരു ഭീഷണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല. എന്ന് വെച്ചാൽ 2-3 ആൾക്കാരെ എന്റെ ലിങ്ക് ഇങ്ങനെ അയച്ചായിരുന്നു. എനിക്ക് പ്രജീഷ് പറയുന്നുണ്ടല്ലോ അവിടെ ചോർച്ച ഉണ്ട്, അതാ തേങ്ങ വാങ്ങുന്നുണ്ട്. എന്നിട്ട് അതിൽ കൂടെ അവന്റെ ഒരു ഉപദേശവും പിന്നെ വേറൊരു സാധനം കൂടെ, രണ്ടും കൂടെ വേണ്ട കേട്ടോ. പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിക്കുക. നമ്മളായിട്ട് ഒരു പ്രശ്നത്തിലും പ്രജീഷിന്റെ അടുത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പ്രജീഷ് എന്റെ അടുത്തേക്കും വരണ്ട.
ഞങ്ങൾ ഗ്രൂപ്പിനെതിരെ വരണ്ട, ഒന്നിനും വരണ്ട. ഓക്കെ, അപ്പോൾ പ്രജീഷേ ബൈ ബൈ. പ്രശ്നമൊന്നുമില്ല പ്രജീഷിനെ. അപ്പോൾ പറയുമ്പോൾ കാര്യങ്ങൾ നോക്കി സംസാരിക്കുക, സൂക്ഷിച്ച് സംസാരിക്കുക. പിന്നെ കേസിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ബേസിക്കലി എനിക്കൊരാളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. കേസിന്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ വക്കീലും അതേപോലെ മറ്റുള്ള ഡിഫർമേഷൻ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കേസല്ല. അതിന്റെ ഡാറ്റാസ് നമ്മൾ കംപ്ലീറ്റ് കളക്ട് ചെയ്യണം. കാരണം വെച്ചാൽ പൈസ കെട്ടിവെച്ചിട്ട് ചെയ്യുന്നൊരു കേസാണ് ഈ ഡിഫർമേഷൻ കേസ് പറഞ്ഞത്. ഇൻ കേസ് നമ്മൾ ഈ കേസിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിവെക്കുന്ന ഒരു രൂപ പോലും നമുക്ക് കിട്ടില്ല. അതുകൂടാതെ കോടതി ചെലവ് കൊടുക്കണം, നമുക്ക് എതിർ പാർട്ടിക്ക് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ അത് വക്കീൽ നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ എന്താ വേണ്ട വെച്ചാൽ അവരത് ഡിസൈഡ് ചെയ്യും. അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകും. അത് നടക്കുന്നുണ്ട്. അത് അതിന്റെ രീതിയിൽ നടക്കട്ടെ. ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല. കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നം എന്താണെന്നോട്ടെ. ഇനി അവർക്കെതിരായിട്ട് വിധി വന്നിരിക്കുക. ഈ പറയുന്നത് എനിക്ക് തന്നെ സങ്കടമാവും. ചിലപ്പോൾ ഞാൻ പോയിട്ട് അവർക്ക് ആ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഈ പൈസ കോടതിയിൽ അടച്ചാൽ ഞാനത് കോടതി വാങ്ങിച്ചോളാം എന്ന് ഞാൻ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. എന്ന് വെച്ചാൽ നമ്മളെ മറ്റുള്ളവരുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് കുറേയൊക്കെ മനസ്സിലായും. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. ഇപ്പൊ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ട് ആവേശത്തിന് നമ്മൾ കയറി പൊട്ടക്കണത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ കയറാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പൊ ആയതുകൊണ്ട് അവര് ജീവിച്ചു പോട്ടെ. കേസിന്റെ കാരണം ഞാൻ വക്കീലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് അതിന്റെ രീതിയിൽ നടക്കട്ടെ. കേസ് കൊടുക്കുന്ന വേണ്ടെന്നുള്ളത് ഫൈനൽ ഡിസിഷനിൽ എത്തിയിട്ടില്ല ഇതുവരെ. അപ്പൊ അത്രേ ഉള്ളൂ. പ്രജീഷ് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ.